പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. പുതിയ ദിനത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിത്തീരുവാൻ, പ്രത്യേകിച്ച് 9 മാസക്കാലം ഈ വർഷത്തിൻ്റെ കടന്നുപോയി. 10-ാം മാസത്തിൻ്റെ ആദ്യ ദിനത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഓരോ ദിനം കടന്നു വരുംതോറും കർത്താവിൻ്റെ വരവും ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം കർത്താവിനോട് കൂടുതൽ ചേർന്നിരിക്കുന്നവരായി തരുന്ന ദിനങ്ങൾ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെട്ട് മുന്നേറുവാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതും വൃക്ഷം പോലെയാകും. പ്രിയമക്കളെ നോക്കൂ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാ ഭാഗ്യവാൻ. ആ മനുഷ്യനാണ് വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകുന്ന. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്ന, യഹോവയിൽ തന്നെ ആശ്രയമായിരിക്കുന്ന ദൈവ പൈതലിനെ ആറ്റരികെ, ഹല്ലേലൂയ, വെള്ളത്തിനടുത്താണ് കർത്താപ്പച്ചൻ ആക്കിയിരിക്കുന്നത്. നോക്കൂ, ആ ഹല്ലേലൂയ വൃക്ഷം എങ്ങനെയാണ്? ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. പ്രിയമക്കളെ, നമ്മുടെ ഹല്ലേലൂയ അപ്പൻ്റെ ആഗ്രഹം നമ്മളെപ്പോഴും ഫലം കായ്ക്കുന്നവരായി, നമ്മൾ ഹല്ലേലൂയ ക്ഷീണിതരായി തീരുവാനല്ല, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ഈ ദിവസത്തിൽ ഹല്ലേലൂയ നാം കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെട്ട് ഹല്ലേലൂയ ഫലം കൊടുക്കുന്നവരായി, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഹല്ലേലൂയ അപ്പൻ്റെ വചനം പറഞ്ഞ് മറ്റുള്ളവരെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരത്തക്കവണ്ണം നമ്മെ ആക്കി തീർക്കുവാനാണ് കർത്താവിൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. നോക്കൂ, ആറ്റരികെ വേരൂന്നണമെങ്കിൽ അത് വിശ്വാസത്തിൽ ഉറയ്ക്കണം. പ്രിയമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസം എത്രമാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകങ്ങളും 1-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3-ാം വാക്യത്തിൽ പറയുന്ന അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത് കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. 1-ാം സങ്കീർത്തനം നമുക്ക് പറഞ്ഞു തരിക. ഹല്ലേലൂയ. നമ്മെ ആറ്റരികത്താ നട്ടിരിക്കുന്നത്. അതെന്തിനാ? തക്കകാലത്ത് ഫലം കായ്ക്കുവാൻ, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കുവാൻ. ഹല്ലേലൂയ. നാം ചെയ്യുന്നതൊക്കെയും സാധിക്കണമെങ്കിൽ ഹല്ലേലൂയ പ്രിയമക്കളെ, അപ്പൻ്റെ ക്രമപ്രകാരം അപ്പൻ ഹല്ലേലൂയ പഠിപ്പിച്ചതനുസരിച്ച്, അപ്പൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതിന് വേരൂന്നണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം, അപ്പനുമായിട്ടുള്ള വിശ്വാസം എത്രമാത്രമാണോ അതിനോടനുബന്ധിച്ചാണ് ഹല്ലേലൂയ യേശുവിലുള്ള വിശ്വാസം നമ്മൾ വർദ്ധിക്കണം. പ്രിയമക്കളെ, ഹല്ലേലൂയ. ആ വൃക്ഷം ഹല്ലേലൂയ ആറ്റരികത്ത് നട്ടിരിക്കുക. അതിന് ഒരിക്കലും ഒരു പ്രയാസം വരുന്നില്ല. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ കർത്താവിലാണോ ആശ്രയം വെച്ചിരിക്കുന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, അതായത് എന്തെങ്കിലും പ്രയാസങ്ങൾ തട്ടുമ്പോൾ ഹല്ലേലൂയ വല്ലാത്ത ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഹല്ലേലൂയ അവന് തോന്നുമ്പോഴും കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്ന വ്യക്തിക്ക് ഹല്ലേലൂയ കൂടുതൽ ആശ്രയം കർത്താവ് തന്നെ. ഹല്ലേലൂയ. അപ്പൻ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തക്ക സമയത്ത് നടത്തിത്തരും. ഹല്ലേലൂയ. കാരണമുണ്ട്. ആശ്രയമായിരിക്കുന്നത് ഹല്ലേലൂയ വേരൂന്നിയിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നവരാ. ഹല്ലേലൂയ. പ്രിയമക്കളെ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. ഹല്ലേലൂയ. നമ്മളെ ക്രിസ്തുവിലാണ് ഹല്ലേലൂയ ഉറപ്പിച്ചിരിക്കുന്നത്. പ്രിയമക്കളെ, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. പ്രിയമക്കളെ, ഹല്ലേലൂയ പിതാവ് നട്ടിട്ടില്ലാത്തതല്ല, വേരോടെ അതില്ലാതെയാകും, അത് നശിച്ചു പോകും. ഈ ദിനങ്ങളിൽ സ്വർഗസ്ഥനായ പിതാവ് നട്ടതാണോ എങ്കിൽ അത് നിലനിൽക്കും. ഹല്ലേലൂയ. പ്രിയമക്കളെ, ഹല്ലേലൂയ നമ്മൾ ക്രിസ്തുവിൽ ഹല്ലേലൂയ നട്ടപ്പെട്ടവരായിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമ്മളെ ഉറപ്പോടെ നിൽക്കുന്നവരായിരിക്കണം. അവർക്കാണ് ഹല്ലേലൂയ ഇലവാടാതെ നിൽക്കുവാൻ. ഹല്ലേലൂയ. അതായത് നമ്മുടെ ക്ഷീണങ്ങൾ കടന്നു വരുമ്പോൾ
വരുമ്പോഴും ഹല്ലേലൂയ ഒരിക്കലും ഒരു വാട്ടം സംഭവിക്കാതെ നിൽക്കണമെങ്കിൽ യേശുവിൽ ആശ്രയം വെക്കണം. ക്രിസ്തുവിൽ ഹല്ലേലൂയ നമ്മൾ വേരൂന്നി വളരണം. പ്രിയ മക്കളെ, വേര് അദൃശ്യമാണ്. ഹല്ലേലൂയ വേരുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മൾ പിടിച്ചു നിൽക്കും. ഹല്ലേലൂയ പലർക്കും കാണുവാൻ കഴിയത്തില്ല നമ്മൾ എന്തിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്. ക്രിസ്തുവിലാണെന്നുള്ള ഹല്ലേലൂയ നമുക്കാണ് ബോധ്യമുള്ളത്. യേശുവിലാണ് ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നതെന്ന്. മറ്റുള്ളവർ നോക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പുറമേ ഉള്ളതാണ് നോക്കുന്നത്. പക്ഷേ നമ്മുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ബലപ്പെടണമെങ്കിൽ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ആ വേരുറപ്പിച്ച് നാം നിലനിൽക്കുന്നവരായിരിക്കണം. പ്രിയ മക്കളെ, ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോഴും കർത്താവ് പച്ചിലാണോ വേരൂന്നി നിൽക്കുന്നതെങ്കിൽ നമ്മെ ഹല്ലേലൂയ പറഞ്ഞു പോകുവാൻ, നഷ്ടമായി തീരുവാൻ, ഇല്ലായ്മയാക്കുവാൻ നമ്മെ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ പലപ്പോഴും പലരും കടന്നു വന്ന് നമ്മെ ഹല്ലേലൂയ വേണ്ടാത്ത മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കും. ഹല്ലേലൂയ ക്രിസ്തുവാകുന്ന പാറവിൽ ഉറപ്പോടെ നിൽക്കണം. വല്ലാത്ത ലോകത്തിലാണ് നിലനിൽക്കുന്നത് കർത്താവ്. ഈ ദിവസങ്ങളിൽ പ്രിയ മക്കളെ, യേശുവിൽ തന്നെ ഉറപ്പോടെ നിൽക്കുവാൻ കർത്താവാകുന്ന ഹല്ലേലൂയ ആ വിശ്വാസത്തിന്റെ ഹല്ലേലൂയ ആ നമ്മൾ കൈപിടിച്ച് തന്നെ മുന്നേറുന്നവരായിരിക്കണം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഹല്ലേലൂയ നമ്മളെ വേരൂന്നി ആറ്റരികെ വേരൂന്നി ഇരിക്കുന്നതായ ഹല്ലേലൂയ വൃക്ഷം പോലെ അതെന്താ ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ആരെല്ലാം നിങ്ങളെ ഹല്ലേലൂയ നിങ്ങളുടെ അടുക്കൽ കടന്നു വന്നേ വചനം പറയണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞാലും ഹല്ലേലൂയ പലപ്പോഴും പലരും പീഡനങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ അനേക ദൈവദാസന്മാരൊക്കെ അനുഭവിക്കുമ്പോഴും ഹല്ലേലൂയ അവർ പിടിച്ചു നിൽക്കുന്ന എന്താ? ക്രിസ്തുവാകുന്ന പാറമേല അവർ ഉറപ്പോടെ നിൽക്കുന്നത്. യേശുവിൽ അവർ വേരൂന്നി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. പ്രിയ മക്കളെ, ഈ ദിനങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെയും ഹല്ലേലൂയ ഉറപ്പോടെ നിർത്തണമേ. എൻ്റെ ഫലം ഹല്ലേലൂയ പ്രയോജനപ്പെടുവാൻ, ഫലം കായ്ക്കത്തക്കവണ്ണം എന്നെ എടുത്ത് ഉപയോഗിക്കണമേ. അനേകർക്ക് ആശ്രയമായി തീരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രിയ മക്കളെ, അപ്പ ഇന്ന് പ്രാർത്ഥന കേൾക്കുന്ന, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവർ ക്രിസ്തുവിൽ ആശ്രയം വെച്ച് ജീവിപ്പാൻ ദൈവം കൃപ കൊടുക്കണമേ കർത്താവേ. അപ്പ മറ്റുള്ളതിലല്ല, എൻ്റെ അപ്പനിൽ തന്നെ ഹല്ലേലൂയ ഉറപ്പോടെ നിൽക്കുവാൻ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്ന യേശുവിനെ നോക്കി ജീവിതം കൊണ്ടുപോകാൻ ദൈവം സഹായിക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ ഓരോ മക്കളെ ഉറപ്പോടെ നിർത്തണമപ്പ. ഹല്ലേലൂയ ദുഷ്ടനാകുന്ന പിശാച് ആരെ വിഴുങ്ങേണ്ടു നോക്കി നടക്കുമ്പോൾ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ. അപ്പനിലുള്ള ആശ്രയത്തിൽ ഹല്ലേലൂയ ഓരോരുത്തർക്കും ഉറപ്പോടെ നിൽപ്പാൻ ദൈവം സഹായിക്കണം. അങ്ങയുടെ ആശ്രയമാണ് എല്ലാം. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവ് അതിനു വേണ്ടി ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ സ്തോത്രം.